ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. അപ്പൊ വാക്കിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ഈ നീമിന്റെ ഒരു ചെടി ഇങ്ങനെ നിൽക്കുന്ന കാണുന്നത്. അത് പറിക്കുന്ന കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇത് നീമിന്റെ കുഞ്ഞു ചെടിയല്ല, അത്യാവശ്യം കട്ട് ചെയ്തൊക്കെ വിട്ടയ്ക്കുന്ന കുറച്ച് മുറ്റിയ ചെടിയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതൊരു പൂമരം ആക്കിയാലോ ഒന്ന്. നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയായ നല്ല ഭംഗിയായിരിക്കുമല്ലോ ഒന്ന്. പക്ഷെ പച്ചയേക്കാളും നല്ലത് ഉണങ്ങിയതായിരുന്നു. ഉണങ്ങിയത് കാണുന്നില്ല. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഉണങ്ങിയ കമ്പ് കിടക്കുന്ന കണ്ട കേട്ടോ. പക്ഷെ അത് നീമല്ല, ബോഗൺവില്ലയാണ്. ബോഗൺവില്ലയ്ക്ക് എത്ര ബലം വരുമെന്ന് അറിയത്തില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. നിറച്ച് പൂക്കളൊക്കെ ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത്. അങ്ങനെ ഞാൻ ആ നീമിനെ അവിടെ വെച്ചിട്ട് ഈ കമ്പെടുത്ത്. ഇത് കുറച്ചുകൂടെ കൊള്ളാന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇതിനെ എടുത്തത്. പക്ഷെ കുറച്ചുകൂടെ വലിപ്പമുള്ളത് നോക്കിയപ്പോൾ അത് കൊള്ളൂല. പിന്നെ ഇതിനെ കൊണ്ട് തന്നെ വീട്ടിൽ പോന്നു. ഇതുപോലെ ഒരെണ്ണം നേരത്തെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടില്ലേ. ഇതിപ്പോ കമ്പൊക്കെ ചീത്തയായി പോയി ഒടിഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തിന് പുതിയതായിട്ട് ചെറിയൊരു ചെടി ചെയ്യാം. ഇതിൽ ചെയ്തു വെച്ചിരുന്നതാണ് കേട്ടോ. കിളിക്കൂടൊക്കെ ജൂട്ടിന്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്തതായിരുന്നു. നല്ല ഭംഗിയായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പൊ എല്ലാം ഒടിഞ്ഞൊക്കെ പോയി 2-3 കമ്പ് മാത്രമേ ഇതിലുള്ളൂ. ചെറിയ ചെടിയാക്കി ചെയ്ത കുറച്ചാരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ തട്ടാതേക്ക് ഇരുന്നോളുമല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ ചെറിയ കമ്പ അതാണ് എടുത്തിട്ട് വന്നത്. അപ്പൊ ഒരു ചെറിയ ചെടി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാന്ന് ഓർത്ത് അങ്ങനെയാണ് ഞാൻ ഈ പൂക്കളെല്ലാം പറിച്ചെടുക്കുന്നതായിട്ട് അരിയുന്നത്. പൂക്കളെല്ലാം പറിച്ചൊന്ന് സെറ്റ് ചെയ്യണം, നല്ല ഭംഗിയാക്കി വന്നിട്ട് ചെയ്യണം. എന്തായാലും ഇത് ചീത്തയായി കണ്ടോ, ഇതുപോലെയൊക്കെ ഒടിഞ്ഞ് എല്ലാം നശിച്ചു പോയി. അപ്പൊ എന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാന്ന് ഓർത്ത്. ആർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെയ്യാമല്ലോ. കണ്ടേ, കുഞ്ഞു കിളികളും എല്ലാം നിറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിറച്ച് ബ്രാഞ്ചൊക്കെ ആയിട്ടിരുന്നതായിരുന്നേ, അതെല്ലാം ഇപ്പൊ നശിച്ചു പോയതാണ്. ഈ ജൂലെല്ലാം കട്ട് ചെയ്ത് ഇതിന്റെ കമ്പ് ഇതിൽ നിന്ന് ഇളക്കി മാറ്റി കൊടുക്കാം. അപ്പൊ കമ്പിളക്കി മാറ്റി കൊടുക്കുമ്പോൾ പോട്ട് ഈ പെപ്സി ബോട്ടിലിൽ സിമെന്റ് വെച്ച് തന്നെ ചെയ്തത്. ആ ബോട്ടിൽ കളയണ്ടല്ലോ, ആ ബോട്ടിൽ തന്നെ പുതിയ ചെടി ചെയ്തിട്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ് അതുപോലെ ഞാനിങ്ങനെ ഇളക്കിയെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് പുതിയ ചെടി ഇതിനകത്ത് അതുപോലെ ഫിക്സ് ചെയ്താൽ മതിയല്ലോ. കണ്ടില്ലേ, ഇപ്പൊ അവിടെ ഒരു ഹോളുണ്ട് കണ്ട്, അതുപോലെ കിട്ടി. അപ്പൊ ഞാൻ കല്ലൊക്കെ ഇട്ട് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണത്, ഒരു മരത്തിന്റെ ലുക്കായിട്ട്. അപ്പൊ ഈ ഹോളിനകത്ത് തന്നെ നമുക്ക് പുതിയ ചെടി ഇറക്കി വെക്കാം, ഈസി ആയിരിക്കും. അപ്പൊ പിന്നെ പോട്ട് തരേണ്ടല്ലോ. ആ ഹോളിനകത്ത് ഈ കല്ല് വീഴാതിരിക്കാനാണ് ഞാൻ ഈ പേപ്പർ ഇങ്ങനെ ഇറക്കി വെക്കുന്നത്. അപ്പൊ ഹോൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ കല്ലൊന്നും വീഴാതെ അങ്ങനെ ഇരുന്നോളും. ചെടി ചെയ്ത് കംപ്ലീറ്റ് ആവുമ്പോൾ ചെടി ഞാൻ ഇതുപോലെ ഇതിൽ ഇറക്കി വെക്കും. അപ്പൊ എന്നെപ്പോലെ ഇതേ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ഈ പറിച്ചെടുത്ത പൂക്കളെല്ലാം ഞാനിങ്ങനെ പൊടി, ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ പൊടിയെല്ലാം മാറ്റി വെക്കുവാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ, ചീത്തയായി കഴിയുമ്പോൾ ഇതുപോലെ ഒന്നും കൂടെ അതിനെ പുതുക്കി വേറെ ചെടിയാക്കി ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാം നല്ല ഭംഗിയാക്കി ബ്രഷ് കൊണ്ട് എല്ലാ പൊടിയും കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഈ എഗ് ട്രേ ഉണ്ടല്ലോ, വേസ്റ്റ് ആയി പോകുന്ന എഗ് ട്രേ എടുത്തിട്ടാണ് ഞാൻ ഈ ഓരോ ഹോളും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിനെ ഫ്ലവർ ആക്കി എടുക്കണം. ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്താൽ മതി. ഓരോ പെറ്റലിന്റെ ഷേപ്പിന് വേണ്ടി ഒരു കട്ട് കൊടുത്ത് കറക്റ്റ് സെന്റർ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു കട്ട്. ഇപ്പൊ 2 കട്ട് 2 സൈഡിലായിട്ട് കൊടുത്ത് അതിനിടയ്ക്ക് ഞാൻ ഈ പകുതിക്കകത്ത് 2 കട്ട് കൂടെ കൊടുക്കും. 2 സൈഡിലും 2 കട്ട് കൂടെ കൊടുക്കും. അങ്ങനെ ഓരോ പെറ്റലായിട്ട് നമുക്ക് കിട്ടും. കട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു കത്രിക എടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കൊന്ന് ഓരോ കോണ് ഇപ്പൊ കട്ട് ചെയ്തല്ലോ, അതേ കോണിലൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഓരോ പെറ്റലായിക്കോളും. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ പെയിന്റ് ഒക്കെ അടിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്.
ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കിട്ടും. ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണോ അതുപോലെ ചെയ്യാം. ചെറിയ ചെടി വേണമെങ്കിൽ ചെറുതായി കുറച്ച് മതി. വലിയ ചെടി വേണമെങ്കിൽ നല്ല മരമായിട്ടൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതുപോലെ എത്ര വേണോ അത്രയും കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനെ പെയിന്റ് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് ഇതിൽ കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ റെഡും വൈറ്റും ആണ് കൊടുക്കുന്നത്. 2 കളറായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ ഞാനീ പറിച്ചു വെച്ച എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഒന്നുകൂടെ പെയിന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറെ നാൾ ഇരിക്കുമ്പോ പൊടിയൊക്കെ ആയി കഴിയുമ്പോൾ അതിന്റെ ആ ഭംഗി പോകും. അപ്പൊ പിന്നെ എടുത്ത് ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്താൽ പുതിയതുപോലെ ഇരുന്നോളൂ. അപ്പൊ ഞാൻ ഈ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ വൈറ്റും റെഡും കളർ കൊടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ. ഒരു പ്രാവശ്യം ഇതുപോലെ ഫ്ലവർ പോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് ഫ്ലവേഴ്സ് മാത്രം പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ ഇതുപോലെ ചെടിയോടെ മാറ്റണമെന്നില്ല. ഇതിപ്പോ അതിന്റെ ആ ബ്രാഞ്ച് എല്ലാം ഇങ്ങനെ നശിച്ചു പോയത് കൊണ്ടാണ് ഞാൻ ചെടിയോടെ മാറ്റി കൊടുക്കുന്നത്. ഇതിപ്പോ കുറെ വർഷമായി ഞാൻ ചെയ്ത് വെച്ചിട്ട്, അതുകൊണ്ടാണ് അതിന്റെ ഈ കമ്പെല്ലാം ചീത്തയായി പോയത്. ഞാനിപ്പോ എല്ലാ ഫ്ലവേഴ്സും പെയിന്റ് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ യെല്ലോ കളർ കാണുന്നുണ്ടല്ലോ, അത് ഞാൻ പെയിന്റ് കൊടുത്തില്ല. അത് ഞാനിപ്പോ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി വരും ഫ്ലവറിന്. ഞാനിപ്പോ സാധാ ഉള്ളൻ ത്രെഡ്, ഈ ഉള്ളൻ ത്രെഡാണ് എടുത്ത് കുറച്ച് ഇതുപോലെ കട്ടിയായിട്ടൊന്ന് മടക്കി കൊടുത്ത ശേഷം കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാനിതുപോലെ കുറേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുത്തതൊക്കെ കുറെ ചീത്തയിപ്പ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോവേണേ. ഞാൻ നേരത്തെ ഒട്ടിച്ചിരുന്നതിന്റെ പുറത്തൂടെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ കുറച്ചുകൂടെ ഒരു ഭംഗി വരും. ഇപ്പൊ ഉള്ളൻ ത്രെഡ് തന്നെ വേണമെന്നില്ല ഇതിനു വേണ്ടി. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും കളർ പേപ്പർ അതും കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. അതുപോലെ തന്നെ അരി ഉണ്ടല്ലോ, അതിൽ കളർ ചെയ്തിട്ട് അതും നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് കോട്ടൺ ആണെങ്കിലോ അങ്ങനെ എന്ത് വേണോ ഒട്ടിച്ചിട്ട് കളർ ചെയ്യാം. ഇതിപ്പോ കളർ ത്രെഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കളർ ചെയ്യുന്നില്ല. ഈ ഫ്ലവർ എടുത്ത് ഫ്ലവറിന്റെ സെന്ററിൽ, സൈഡിലൊന്നും ആവണ്ട, സെന്ററിൽ മാത്രമായിട്ട് ഫെവിക്കോൾ ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് ത്രെഡ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒത്തിരി പ്രസ് ചെയ്യാതെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചാൽ മതി. എല്ലാ ഫ്ലവറും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാൻ പോവാണേ. ഇനിയിപ്പോ ഈ ബ്രാഞ്ച് ഒന്ന് പെയിന്റ് ചെയ്യണം. ബ്രാഞ്ച് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രൗൺ കളർ ഫുൾ ബ്രാഞ്ചിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ബ്രാഞ്ചിൽ ഇതുപോലെ പെയിന്റും പോളിഷും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാള് കേടാവാതെ ഇരിക്കും. പെട്ടെന്ന് കേടാവത്തില്ല, കുറെ നാൾ ഇരുന്നോളും. ഞാൻ ഈ ബ്രാഞ്ച് ഒക്കെ പെയിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ പോട്ടിലോട്ട് ഞാൻ സെറ്റ് ചെയ്യുവാണ്. അപ്പൊ ഈ പേപ്പർ എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ബ്രാഞ്ചിനെ ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഈ പോട്ട് ഇതുവരെ ചീത്തയായിട്ടില്ല, കാര്യം സിമെന്റിലാണ് ചെയ്തത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പോട്ടിൽ തന്നെ ഞാൻ ഇതിനെ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സും എടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എത്ര ഫ്ലവേഴ്സ് എങ്ങനെ ഒട്ടിക്കണം അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ ബ്രാഞ്ചിലും റെഡും വൈറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ എൻ്റെ കയ്യിൽ വലിയ ബ്രാഞ്ച് ഇരുന്ന കാരണം കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാനോർത്ത് ചെറിയ ചെടിയല്ലേ, അതിൽ നിറച്ചൊട്ടിക്കാന്ന് ഓർത്താണ് ഞാൻ ഈ ഒട്ടിക്കുന്നത്. ചെറിയ ചെടിയിൽ കുറച്ച് അധികം ഫ്ലവേഴ്സ് നിൽക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കത്തില്ലേ.
നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സ് മാത്രം ഒട്ടിച്ചിട്ട് ഇതിൽ കിളികൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഊഞ്ഞാല് കെട്ടിക്കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണം ചെയ്യാം. ഞാനിപ്പോ ചെറിയ ചെടി ആയതുകൊണ്ട് ഇതിൽ ഊഞ്ഞാലൊന്നും ഇടുന്നില്ല. നേരത്തെ വലിയ ചെടി ആയിരുന്നത് കാരണമാണ് ഞാൻ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ബേർഡ് കണ്ടില്ലേ, ഇത് ഹോം മെയ്ഡ് ക്ലേയിൽ ഉണ്ടാക്കിയതാണ്. ഇതുപോലെയുള്ള കുഞ്ഞു ബേർഡ്സ് ഞാനിപ്പോ 3-4 ഇതിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവറിനകത്തോ ബ്രാഞ്ചിലൊക്കെ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ എഗ് ട്രേ വെറുതെ വലിച്ചെറിയുന്നതല്ലേ, നമ്മൾ വലിച്ചെറിയുന്ന ഈ എഗ് ട്രേക്ക് ഇതുപോലെ നല്ലൊരു ഉപയോഗം കൂടെ ഉണ്ട്. കാണാൻ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് കണ്ടില്ലേ, നല്ലൊരു ചെടിയായില്ലേ. അപ്പൊ ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.